റഷ്യ ബന്ധത്തിലെ ഏറ്റവും ശക്തമായ തൂണുകളിലൊന്നാണ് പ്രതിരോധ മേഖല. വിവിധങ്ങളായ കാലഘട്ടത്തിന്റെ നിരന്തര പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ ബന്ധം സുരക്ഷിതമാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയുടെ സഹകരണത്തോടെ ആയുധങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയും വികസിപ്പിക്കുന്നതിലൂടെയും തന്ത്രപരമായ മേഖലകളിൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പരമ്പരാഗത വാങ്ങുന്നയാൾ വിൽക്കുന്നയാൾ എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വിദ്യാ പങ്കിടലിൽ ഊന്നൽ നൽകിക്കൊണ്ട് സംയുക്ത ഉൽപാദനത്തിന്റെയും വികസനത്തിന്റെയും ബന്ധത്തിലേക്ക് ഈ ബന്ധം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപം നൽകിയ മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയിൽ പങ്കാളിയാകുന്നതിലുള്ള പ്രതിജ്ഞാബദ്ധത റഷ്യ ആദ്യം മുതൽക്കേ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ആണവോർജ മേഖലയിൽ റഷ്യ ഒരു ഒഴിച്ചുകൂടാനാവാത്ത പങ്കാളിയാണ്. കൂടാതെ ഇന്ത്യയെ നൂതന ആണവ സാങ്കേതിക വിദ്യയും കുറ്റമറ്റ ആണവ നിർവ്യാപന റെക്കോർഡുമുള്ള ഉത്തരവാദിത്തമുള്ള രാജ്യമായി റഷ്യ അംഗീകരിക്കുന്നു. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് റോസാറ്റം 6 യൂണിറ്റ് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നുണ്ട്. 2 യൂണിറ്റുകൾ ഇതിനകം പ്രവർത്തനക്ഷമമാണ്. അടുത്ത 4 എണ്ണം നടപ്പാക്കലിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. കൂടാതെ തോറിയം ഇന്ധനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായി റോസാറ്റോമുമായി മഹാരാഷ്ട്രയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആണവോർജ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ആണവോർജ മേഖലയിലേക്ക് ഒരു സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമാണ്. കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനു ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനി ലിമിറ്റഡും റോസാറ്റോമിന്റെ തോറിയം ഇന്ധനമുള്ള ചെറിയ മോഡുലാർ റിയാക്ടർ സംരംഭവും തമ്മിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. മഹാരാഷ്ട്രയിൽ ഒരു തോറിയം റിയാക്ടർ സംയുക്തമായി വികസിപ്പിക്കുക, ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തോറിയം റിയാക്ടറുകൾ വാണിജ്യവൽക്കരിക്കുക, മേക്ക് ഇൻ മഹാരാഷ്ട്ര സംരംഭത്തിന് കീഴിൽ തോറിയം റിയാക്ടറുകൾക്കായി ഒരു അസംബ്ലി ലൈൻ സ്ഥാപിക്കുക എന്നിവയാണ് ധാരണാപത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. സംയുക്ത വികസനത്തിന് മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ തന്ത്രപരമായ പിന്തുണ നൽകുമെന്നാണ് വിവരം. കേന്ദ്രത്തിന്റെയും ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെയും മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി എല്ലാ പ്രവർത്തനങ്ങളും നടക്കും. മഹാജൻകോ, റോസാറ്റം എനർജി പ്രൊജക്ട്സ്, മിത്ര, ഗ്ലോബൽ ടെക്നോളജി അലയൻസ് എന്നിവയുടെ പ്രതിനിധികൾ പദ്ധതിയുടെ നിർവഹണത്തിൽ പങ്കെടുക്കും. നിലവിൽ തോറിയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന റിയാക്ടർ ഇന്ത്യയിലില്ല. ആണവ ഇന്ധന ചക്രത്തിന്റെ മുഴുവൻ സ്പെക്ട്രത്തിലും വ്യാപിച്ചു കിടക്കുന്ന സമഗ്രമായ കഴിവുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2003 ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ആണവ റിയാക്ടർ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി ഭാരതീയ നഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡ് സൃഷ്ടിക്കാൻ കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നു. സുരക്ഷയുടെ കാര്യത്തിൽ PFBR ഒരു നൂതന 3ാം തലമുറ റിയാക്ടറാണ്. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ പ്ലാന്റിന്റെ വേഗതയും സുരക്ഷിതവും ഉറപ്പാക്കുന്നു. ആദ്യഘട്ടത്തിൽ നിന്ന് ചെലവഴിച്ച ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആണവ മാലിന്യത്തിൽ ഗണ്യമായ കുറവ് വരുത്തുന്നതിന്റെ കാര്യത്തിൽ PFBR ഒരു വലിയ നേട്ടം നൽകുന്നു. അതുവഴി വലിയ ഭൂമിശാസ്ത്രപരമായ നിർമ്മാർജ്ജന സൗകര്യങ്ങളുടെ ആവശ്യകതയെ ഇത് ഒഴിവാക്കുന്നുമുണ്ട്. ഇവിടെ മാത്രമല്ല, ബഹിരാകാശം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരവധി സഹകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ റഷ്യൻ സർക്കാരുകൾ ഉഭയകക്ഷി നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 6 പുതിയ തന്ത്രപരമായ പദ്ധതികളിൽ സഹകരിക്കാൻ ധാരണയിലെത്തിയതായി ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പദ്ധതികളുടെ പ്രത്യേക മേഖലകളും വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ വ്യവസായങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള തങ്ങളുടെ സമർപ്പണം ഇന്ത്യയും റഷ്യയും വീണ്ടും ഉറപ്പിച്ചു. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ ട്രേഡ്, എക്കണോമിക്, സയന്റിഫിക്, ടെക്നോളജിക്കൽ, കൾച്ചറൽ കോർപ്പറേഷന് കീഴിൽ വരുന്ന പ്രയോറിറ്റി ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ടുകൾക്കായുള്ള ഇന്ത്യ റഷ്യ വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗത്തിലാണ് ഈ കരാർ ഒപ്പിട്ടത്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ സങ്കീർണതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ആഗോള താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം റഷ്യയിൽ നടന്ന ഒരു ഉന്നതതല സമ്മേളനത്തിൽ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പുതിയ വഴികൾ പര്യവേക്ഷണം ചെയ്തിരുന്നു. 2024 ജൂലൈയിൽ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മതിച്ചതുപോലെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്നതാണ് ഇന്ത്യയും റഷ്യയും ലക്ഷ്യമിടുന്നത്. ഞങ്ങളുടെ വ്യാപാര വിറ്റുവരവ് കുതിച്ചുയർന്നു. മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ആണവോർജം, സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ പരമ്പരാഗത സഹകരണ മേഖലകൾക്കൊപ്പം ഊർജവും ഒരു പ്രേരക ശക്തിയാണ്. ഭക്ഷ്യസുരക്ഷയും വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്.
റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൗൺസിൽ ഡയറക്ടർ ജനറൽ ഇവാൻ ടിമോഫീവ് പറഞ്ഞു. ചരിത്രപരമായി റഷ്യയുമായുള്ള ഇടപെടലുകളുടെ കേന്ദ്ര ബിന്ദു ഊർജം, പ്രതിരോധം, സിവിൽ ആണവ സഹകരണം തുടങ്ങിയ മേഖലകളായിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യാപാരം, സാങ്കേതികവിദ്യ, കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, കണക്ടിവിറ്റി, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ പുതിയ മേഖലകൾ പര്യവേക്ഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയും റഷ്യയും സഹകരണത്തിന്റെ നിരവധി പുതിയ മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആഴക്കടൽ പര്യവേക്ഷണം മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നവീകരണം, റോബോട്ടിക്സ്, കൃത്രിമ ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകൾ കെട്ടിപ്പടുക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, നൈപുണ്യ വികസനം, കൃഷി, കപ്പൽ നിർമ്മാണം, റെയിൽവേ, വ്യോമയാനം, കൂടുതൽ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.